ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഉണ്ടായിട്ട് നിക്ഷേപ താല്പര്യത്തിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം വിപണിയിൽ ഒരു ക്രമപ്പെടലിന്റെ ഒരു സാധ്യതയായിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന വിപണിയിൽ ലാഭമെടുക്കുന്നതിൻ്റെ ഒരു പ്രവണതയായിരുന്നു. ഇന്നലെ പ്രത്യേകിച്ച് ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുമാണ് ഈ ഒരു വിൽപ്പന ഉണ്ടായത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലുമായത്. ഏതാണ്ട് 9,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനം നടത്തിയത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് 3,000-ഓളം കോടി രൂപയുടെ വിൽപ്പന നടത്തിയെങ്കിലും അതിനൊക്കെ എത്രയോ മടങ്ങ് 10 മടങ്ങ് നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ലാഭമെടുക്കൽ പ്രവണതയാണ് വിപണിയെ നഷ്ടത്തിലേക്ക് നീക്കിയത്. ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ നഷ്ടം വരുന്നു. രണ്ടാം നില ചെറുകിട ഓഹരികളിലും വലിയ തോതിൽ നഷ്ടത്തിന് കാരണമായി. എങ്കിലും 24,800 എന്നുള്ള ഒരു അടിസ്ഥാന നിലവാരത്തിനടുത്തേക്ക് ആണ് മുന്നൽ സൂചിയായി നിഫ്റ്റി എത്തിയത്. ആ ഒരു നിലവാരത്തിൽ നല്ല ഒരു സപ്പോർട്ടുണ്ട്. ആ ഒരു നിലവാരത്തിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ 20 ദിവസത്തെ ശരാശരി നിലവാരത്തിനും മുകളിലാണ് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. ഇനി ഈ ഒരു നിലവാരം ഭേദിച്ച് താഴേക്ക് പോവുകയാണെങ്കിൽ 26,470 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള 24,670 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നിക്ഷേപ താല്പര്യം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 25,000 എന്ന നിലവാരം ഭേദിച്ച് ഇനി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ. ആഗോള ഘടകങ്ങൾ എല്ലാം തൃപ്തികരം തന്നെയാണ്. ആഭ്യന്തര ഘടകങ്ങളും അനുകൂലമായി തന്നെയാണ് തുടരുന്നത്. പ്രത്യേകിച്ചും അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നതും വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുടർന്നേക്കുമെന്നുള്ള സൂചന നൽകുന്നതാണ്. എങ്കിലും ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലെ കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ ഇനിയുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും.